ഈ പാഠത്തിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് ഒരു ഇസ്മിയായ ജുംലയുടെ മുമ്പിൽ ഇന്നയോ അതിൻ്റെ സഹോദരന്മാരോ വന്നാലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ്. ഇന്ന, അന്ന, കഅന്ന, ലാകിന്ന, ലഅല്ല, ലൈത. ഇന്ന, അന്ന, കഅന്ന, ലകിന്ന, ലൈത, ലഅല്ല. ഈ 6 ഇന്നയും അതിൻ്റെ സഹോദരന്മാരും എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇവ ഒരു ഇസ്മിയായ സെന്റൻസിൻ്റെ മുമ്പിൽ വന്നാൽ ആ സെന്റൻസിലെ ഒന്നാമത്തെ വാക്കിന് അഥവാ മുബത്തദയിന് അത് നസ്ബ് ചെയ്യും. അപ്പോൾ അത് ഇസ്മ എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെടുക. ഇന്നയുടെ ഇസ്മ എന്ന പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ ഇന്നയുടെ ഇസ്മ എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ ഇന്നയുടെ ഇസ്മിന് നസ്ബ് ചെയ്യുന്നു, ഖബറിന് റഫ്ഉം ചെയ്യുന്നു. അപ്പോൾ ഇന്നയോ അതിലെ ഏതെങ്കിലും ഒന്നോ, ഇന്നയോ അതിൻ്റെ സഹോദരന്മാരിൽ ഏതെങ്കിലും ഒന്നോ ഒരു ഇസ്മിയായ സെന്റൻസിൻ്റെ മുമ്പിൽ വന്നാൽ ഇസ്മിന് നസ്ബ്, ഖബറിന് റഫ്ഉ. ഈ രീതിയിലാണ് ഇഅ്റാബ് വരിക. ഉദാഹരണത്തിന് അല്ലാഹു ഗഫൂറുൻ, അല്ലാഹു ഗഫൂറുൻ. ഇതൊരു ഇസ്മിയായ സെന്റൻസ് ആണ്. അതിൽ മുബത്തദഇനും ഖബറിനും റഫ്ആണ്. എന്നാൽ ഇതിൻ്റെ മുമ്പിലേക്ക് ഇന്ന കൊണ്ടുവരുമ്പോൾ ഇന്നല്ലാഹ ഗഫൂറുൻ, ഇന്നല്ലാഹ ഗഫൂറുൻ. അവിടെ അല്ലാഹ് എന്ന മുബത്തദഇന് നസ്ബ് വന്നു, അഥവാ ഇന്നയുടെ ഇസ്മിന് നസ്ബ് വന്നു. ഗഫൂറുൻ എന്ന ഖബറിന് റഫ്ഉ തന്നെ. അപ്പോൾ ഇന്നല്ലാഹ ഗഫൂറുൻ. ഈ ഒരു നിയമമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതാണ് പാഠത്തിൽ കഅന്നൽ ഖംറ ശൈത്താനുൻ ലകിന്നൽ ഖംറ ദാഉൻ തുടങ്ങിയ സെന്റൻസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന, അന്ന, കഅന്ന, ലകിന്ന, ലൈത, ലഅല്ല എന്നിവയാണ് ഇന്നയും അതിൻ്റെ സഹോദരന്മാരും. ഇവ ഒരു സെന്റൻസിന് മുമ്പിൽ വന്നാൽ ഇസ്മിന് നസ്ബും ഖബറിന് റഫ്ഉം എന്ന രീതിയിലാണ് അമല് ചെയ്യുക.